നമസ്കാരം. സാവര്യ വെറൈറ്റി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മാവിൽ കൊളുത്തുന്ന ഒരു മൗനചിത, അത് ആരും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ചൂട് ആത്മാവിൻ്റെ എല്ലാ കോണുകളിലും പടർന്നു കത്തുന്നു. ഒരുപക്ഷെ നാം പലപ്പോഴും പറഞ്ഞു പോകുന്നത് കേൾക്കപ്പെടുന്നില്ലെന്ന് കരുതുമ്പോൾ നിശബ്ദതയിൽ പറയുന്ന ചില വാക്കുകളാണ് ആത്മാവിൻ്റെ ചിതയായി കത്തുന്നത്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ശ്രീ വയലാർ സാറിൻ്റെ ആത്മാവിൽ ഒരു ചിത എന്ന ആത്മസ്പർശിയായ വരികളാണ്. ഒരു ശാന്തതയുടെ നടുവിൽ ഉദിക്കുന്ന അഗ്നിരേഖ, ഒരു ആത്മാവിൻ്റെ നിശബ്ദ വേദന. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി. വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി. ഞാന്നു നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം തേച്ച വെറും നിലത്ത് അച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. വീട്ടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി. നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തന്നെ ഉമ്മ വച്ചമ്മയെന്നോരോന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാനൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം. വന്നവരെന്നെ നോക്കിക്കൊണ്ടു നിന്നു നെടുവീർപ്പിടുന്നതെന്തിങ്ങനെ. ഒന്നുമെനിക്കു മനസ്സിലായില്ല. അച്ഛനിന്നുണരാത്തതും ഒരുമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ. പച്ചപ്പിലാവിലത്തൊപ്പിയും വച്ചുകൊണ്ട് അച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായി എൻ്റെ കൈ തട്ടി മാറ്റി പതുക്കെ എൻ മാതുലൻ. എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി. കണ്ണീർ അയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണ് അച്ഛനിന്നുണരാത്തതെന്ന് എന്നെ എടുത്തയാളോടു ചോദിച്ചു ഞാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നയാൾ നെഞ്ഞകം പിഞ്ഞിപ്പറഞ്ഞു മറുപടി. ഏതാണ്ട് അപകടമാണ് അച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാനൊന്നാശ്വസിച്ചുപോയി. ആലപ്പുഴയ്ക്ക് പോയെന്ന് കേൾക്കുന്നതു പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും. ആലപ്പുഴയ്ക്കു പോയി വന്നാൽ എനിക്ക് അച്ഛൻ ആറഞ്ച് കൊണ്ടുത്തരാറുള്ളതോർത്തു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ. മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും. ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോട്. ആരാണ് കൊണ്ടക്കളഞ്ഞതൻ പമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി. കുട്ടനെ ഇട്ടേച്ചു പോയതെന്തിങ്ങനെ. അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണ്, ഉത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ, നമുക്കിനി നമ്മളെയുള്ളു. നിന്നച്ഛൻ മരിച്ചുപോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചമ്മ
കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു. കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി. തൊട്ടടുത്ത് അങ്ങേ പറമ്പിൽ ചിതാഗ്നി തൻ ജ്വാലകൾ. അച്ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ. എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ? ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും. ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ. ആ രംഗമിപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. എന്നന്തരാത്മാവിനുള്ളിലെ തീയിൽ വച്ചിന്നുമെന്നോർമ്മ ദഹിപ്പിക്കുമച്ഛനെ. ഒരാശ്വാസമായി അല്ല, ഒരു ചിന്താഗ്രാഹിയാവാനും ആത്മാവിൻ്റെ അഗ്നിക്ക് വിലവെക്കാനുമാണ് ഈ വരികൾ. ഇത് നിങ്ങളെ എങ്ങനെ തൊട്ടുപോയി എന്ന് താഴെ കമന്റിലൂടെ അറിയിക്കൂ. ഇതുപോലുള്ള കൂടുതൽ ആത്മസ്പർശിയായ വരികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.